ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി ഗലാത്യലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്നു. ഞാനിപ്പോൾ മനുഷ്യരെയാണോ ദൈവത്തെയാണോ പ്രസാദിപ്പിക്കുന്നത്? ഇപ്പോഴും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ രുചിച്ചറിഞ്ഞ് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അനേകർ ഇറങ്ങിത്തിരിക്കുന്നു. അവരിൽ പലരും തങ്ങളായിരിക്കുന്ന സഭയിലെയും സമൂഹത്തിലെയും ഔദ്യോഗിക തലങ്ങളിലെയും സ്ഥാനമാനങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി മനുഷ്യരുടെ പ്രീതി നേടുകയാണോ, ദൈവത്തിന് പ്രസാദം നിലനിർത്തുകയാണോ വേണ്ടതെന്ന ചിന്താക്കുഴപ്പത്തിൽ ചെന്നുപെടാറുണ്ട്. മനുഷ്യരുടെ പ്രീതി നേടിയെടുക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അവരോട് ദൈവത്തെക്കുറിച്ചോ ദൈവം നടത്തുന്ന വിധങ്ങളെക്കുറിച്ചോ ഒന്നും പറയുവാൻ സാധ്യമല്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ അനുഭവം അവർക്ക് അജ്ഞാതമായിരിക്കുന്നതുകൊണ്ട് അത് അനുഭവിക്കുന്നവരെ അവജ്ഞയോടെയാണ് അവർ വീക്ഷിക്കുന്നത്. അങ്ങനെ മനുഷ്യരുടെ പ്രീതി വാത്സല്യങ്ങൾ സമ്പാദിക്കുവാൻ താൻ രുചിച്ചറിയുന്ന യേശുവിനെക്കുറിച്ച് പറയുവാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിന്റെ ദാസനായിരിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ കൃപ നിലനിർത്തുവാനാവില്ല എന്ന് റോമാ പൗരനും ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനും പരീശനും യഹൂദാ സഭയിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നവനുമായ പൗലോസ് വ്യക്തമാക്കുന്നു. കർത്താവിനു വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ച ശേഷവും തന്റെ പഴയ ലൗകിക പ്രതാപങ്ങളും സ്ഥാനമാനങ്ങളും നിലനിർത്തുവാനായി മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനാണ് താൻ ശ്രമിക്കുന്നതെങ്കിൽ താൻ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല എന്ന് പൗലോസ് പ്രഖ്യാപിക്കുന്നു. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ വിളി കേട്ട് അവന്റെ പരിശുദ്ധാത്മാവിനെ രുചിച്ചറിഞ്ഞ് അവനായി ജീവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ശേഷം ലോകത്തിന്റെ ലാഭങ്ങൾക്കു വേണ്ടി ദൈവത്തെ മറന്ന് മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ നീ ശ്രമിക്കാറില്ലേ? നീ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധാത്മാവിന്റെ മർമ്മരം മറന്ന് സ്ഥാനമാനങ്ങൾക്കു വേണ്ടി മനുഷ്യരെ പ്രീണിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിനക്കുള്ള പ്രാഗൽഭ്യവും സ്ഥാനവുമാണ് എന്നേക്കുമായി നഷ്ടമാക്കുന്നതെന്ന് നീ ഓർക്കുമോ? യേശുവേ എന്നേശുവേ നീ മാറിടല്ലേ, മാറയാകുമീ മരു യാത്രയിൽ. മേഘമായി പകലിലും അഗ്നിയായി രാവിലും അനുദിനം വഴി നടത്തുക. മേഘമായി പകലിലും അഗ്നിയായി രാവിലും അനുദിനം വഴി നടത്തുക.